അല്ലാഹുവേ, എല്ലാ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോഴും ഒരു ചെറുപ്പക്കാരനെ ഞാൻ കാണുന്നുണ്ട്. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ 33 വയസ്സേ ഉള്ളൂ. പടച്ചവനെ, മഞ്ഞപ്പിത്തം കരളിൽ ബാധിച്ചിട്ട് അല്ലാഹുവേ 7 മാസം ഗർഭിണിയായിരുന്ന പെങ്ങള് ഒരു വെള്ളിയാഴ്ച രാവിലെ മരണപ്പെടുകയാണ്. ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കിയിട്ടുണ്ട്. അല്ലാഹുവേ, ഭർത്താവ് പള്ളിയിൽ 5 നേരം നിസ്കരിക്കാമെന്നിട്ട് പിരിഞ്ഞു പോകുമ്പോഴും എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്തിട്ടാ പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്തിട്ടാ പോകുന്നത്. ഈ കഴിഞ്ഞ റമദാനിലുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവരെ, എല്ലാവരും പള്ളിക്കകത്തും പള്ളിയുടെ മുന്നിൽ നിന്ന് നോമ്പ് തുറക്കുമ്പോൾ ഈ മനുഷ്യൻ നോമ്പ് തുറക്കുന്നത് ഭാര്യയുടെ കബറിന്റെ ചാരത്തിരുന്ന 27-ാം രാവിൽ നിന്ന് പാതിരാത്രി റബ്ബേ 3 മണി കഴിഞ്ഞു. അല്ലാഹുവേ, പള്ളിക്കാട്ടിലൊരു തൊപ്പി കാണുകയാ. പള്ളിക്കാട്ടിലൊരു വെള്ളത്തൊപ്പി കണ്ടു. റൂമിന്റെ കവാടത്തിൽ നിന്ന് ഞാൻ നോക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയുടെ കബറിന്റെ ചാരത്തിരുന്ന് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, 3 വയസ്സുള്ളവര് പൊന്നുമോനുണ്ട്. 3 വയസ്സുള്ളവര് പൊന്നുമോനുണ്ട്. അല്ലാഹുവേ, ഉമ്മയുടെ മീസാങ്കല്ലിന്റെ ചാരത്ത് ചെന്നിട്ട് ആ പൊന്നുമകൻ ഉമ്മയോട് സംസാരിക്കുകയോ, ജീവിച്ചിരിക്കുന്ന ഉമ്മയോട് സംസാരിക്കുന്നത് പോലെ, വാപ്പയാ എന്നെ കുളിപ്പിച്ചത്, എനിക്ക് വാപ്പയിന്ന് പുതിയ ഉടുപ്പ് വാങ്ങിത്തന്നു. അല്ലാഹുവേ, ആ പൊന്നുമകൻ ഉമ്മയുടെ കബറിന്റെ ചാരത്തിരുന്ന് പറയുകയാണ്. അതാ അവസാനം ഇറങ്ങി വരുമ്പോ ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നീ ഒരു വിവാഹം കഴിച്ചുകൂടെ? ഒരു 40 വയസ്സിന്റെ താഴെയാട് പ്രായം. അല്ലാഹുവേ, 3 വയസ്സുള്ള ഒരു പൊന്നുമോനുണ്ടല്ലോ, നിങ്ങൾക്കൊരു വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന, ഉസ്താദ്, എന്റെ ഭാര്യ മരിച്ചെന്ന് പറയല്ലേ ഉസ്താദ്. എല്ലാ പാതിരാത്രിയും എന്റെ പ്രിയപ്പെട്ടവളെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങൾ ജീവിക്കുകയാ ഉസ്താദ്, നിങ്ങൾ ജീവിക്കുകയാ ഉസ്താദ്. ഇനി മരിക്കുവോളം എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കാണാ കഴിയില്ല. അതാണ് പെങ്ങള് യഥാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞാലതാ. പക്ഷേ ഒരിക്കലും നിന്റെ ഭർത്താവ് അങ്ങനെ പറയൂല. ഒരിക്കലും നിന്റെ ഭർത്താവ് അങ്ങനെ പറയൂല. കാരണം നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പറയുന്ന വാക്കുകളുണ്ടല്ലോ, കുത്തുവാക്കുകളും പരിഹാസവും കളിയാക്കലുമല്ലോ. ചില പെണ്ണുങ്ങള് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, നിങ്ങൾ എന്റെ ജീവിതം തുലച്ചു, എന്റെ ജീവിതം തുലച്ചത് നിങ്ങളാണെന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്ന പെണ്ണ്. എങ്ങനെ കഴിയുന്നു പൊന്നുമോള്, എങ്ങനെ കഴിയുന്നു പൊന്നുമോള്? നിനക്കൊരു ജീവിതം തന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ ഭാവി തുലച്ചത് നിങ്ങളാണ്. എന്റെ വീടിന്റെ മുന്നിൽ എത്രയോ കോടീശ്വരന്മാര് വന്ന് കാവലിരുന്നിട്ടുണ്ട്. എല്ലാം തകർത്തല്ലോ, എല്ലാം തകർത്തല്ലോ. നീ അത് പറയുമ്പോ നിന്റെ ഭർത്താവിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദന ചിന്തിച്ചിട്ടുണ്ടോ? എന്തേ നീ ഇങ്ങനെ ആകാ കാരണമെന്ത്? എന്ത് ചെയ്താലും പെണ്ണിന് പരാതിയാണ്. ചോറ് വെച്ചാലും കറി വെച്ചാലും തുണി കഴുകിയാൽ പടച്ചവനെ എന്ത് ചെയ്താലും പരാതിയാ, പരാതിവാ. പെങ്ങളെ എങ്ങനെ പറയില്ലേ പൊന്നുമോളെ, അങ്ങനെ പരാതി പറയല്ലേ പൊന്നുമോളെ. നിനക്ക് നിന്റെ മഹത്വം അറിയാതെട്ടാ, നിനക്ക് നിന്റെ പ്രതിഫലം അറിയാതെട്ടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാ. നിന്റെ ഭാര്യ നിന്നോട് കുത്തുവാക്ക് പറയുമ്പോ, പരിഹസിക്കുമ്പോ, കളിയാക്കുമ്പോ മിണ്ടാതെ നിൽക്കല്ലേ ചെറുപ്പക്കാരാ. പറഞ്ഞു കൊടുക്കാൻ ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ വിവാഹം കഴിഞ്ഞിട്ടൊരു ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളെ കാണാൻ പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളെ കാണാ വീടിന്റെ വെളിയിൽ ചെന്ന് സലാം പറഞ്ഞു. വീടിന്റെ വെളിയിൽ ചെന്ന് സലാം പറഞ്ഞു. വീടിനകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാ. ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മോളെ ഫാത്തിമ, എന്തുണ്ട് പൊന്നുമോള്, വിശേഷമെന്തെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹിയുടെ പൊന്നുമോള് കല്ലിന്റെ ചുവട്ടിലിരുന്ന് കരയുകയാണ്. തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, മാ തബ്കീകി യാ ഫാത്തിമ, ഉപ്പയുടെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കരളിന്റെ കഷ്ടമാ
വൃദ്ധയായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ട് കൈയും എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് രണ്ട് കൈയും എടുത്ത് നീട്ടിക്കൊടുത്തിട്ട് പറയുന്നു, വാപ്പാ ഈ അടുക്കളക്കകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് ഈ കല്ല് പിടിച്ചിട്ട് എന്റെ കൈ പൊട്ടിയിട്ട് രക്തം വരുന്നു വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ രണ്ട് കൈയും കാണിച്ചിട്ട് വാപ്പയോട് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള പെങ്ങള് പഠിക്കടേ പൊന്നുമോള്, ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ കളയല്ലോ. ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് തമ്മിലടിയുണ്ടാക്കി വാശി കാണിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട മക്കള് അടുത്തു പിടിച്ചിരുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു പറഞ്ഞു വിടണം പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂൽ എന്തേ പറഞ്ഞതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അടുത്ത് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ മോളെ ഫാത്തിമ, അല്ലാഹുവേ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം പറയുമോ? ഭർത്താവിന് ഖിദ്മത്ത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം പറയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മോളെ നിന്റെ ഭർത്താവുണ്ടല്ലോ, പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് ഒരു കിലോ അരിയും വാങ്ങിയിട്ട് നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാ. നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാണ്. കയ്യിൽ ഒരു കിലോ അരി കൊണ്ടു തന്നിട്ട് എനിക്കും എന്റെ മക്കൾക്കും ചോറ് വെച്ച് തരാൻ പറയുമ്പോ കളിയാക്കാതെ, കുറ്റപ്പെടുത്താതെ, കുത്തുവാക്ക് പറയാതെ ഇതെന്റെ കടമയാണെന്ന് കരുതിയിട്ട് ആ അരി വാങ്ങിയിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധിയാക്കി നിന്റെ ഭർത്താവിന് ചോറ് വെച്ച് കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, തന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം പറയുമോ? പെണ്ണേ, അതിന് ഓരോ ചോറുണ്ടല്ലോ, ഓരോ അരിമണിയുണ്ടല്ലോ, അതിന് പകരം അല്ലാഹു നിനക്കൊരു നന്മ എഴുതും പെണ്ണേ. ഒരു ചോറിന് പകരം ഒരു നന്മയാണ്, ഒരു പാപം അല്ലാഹു പുറത്തു തരികയാ. നിന്റെ ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണത്തില് ഒരു ചോറിന് പകരം അല്ലാഹു നിനക്കൊരു നന്മ എഴുതുകയാണ്, നിന്റെ ഒരു പാപം പുറത്തു തരികയാ. അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ കിടന്ന് ഒരുകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, എമ്മയ്ക്ക് പഠിച്ച ഡിഗ്രിക്ക് പഠിച്ച എന്നെ അടുക്കളയിലെ തീയുടെ ചുവട്ടിലിട്ട് പീഡിപ്പിക്കുകയാണ്. എന്റെ സൗന്ദര്യം മുഴുവനും ഈ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് നഷ്ടപ്പെട്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞു മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണേ, വെറുതെയല്ല പൊന്നുമോള്, വെറുതെയല്ല പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന സമയത്ത് അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ നിന്ന് ഉരുകുമ്പോ നിന്റെ ശരീരം വിയർക്കുമല്ലോ, നിന്റെ ശരീരം വിയർക്കുമല്ലോ. വിയർപ്പ് തുടക്കല്ലേ പെണ്ണ്, വിയർപ്പ് തുടച്ചു കളയല്ലേ പെണ്ണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അടുക്കളയിൽ ഭർത്താവിന് ജോലി ചെയ്യുന്ന സമയത്ത് തീയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്ത് ഒരു തുള്ളി വിയർപ്പങ്ങാടത്താഴ വീടാ, നരകം നിനക്ക് ഹറാമാ പെണ്ണ്, നരകത്തിന്റെ തീ നിന്നെ തൊടൂല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ആ പെണ്ണിന്റെയും നരകത്തിന്റെയും ഇടയില് മലക്കുകൾ 7 കിടങ്ങ് കുടിക്കും. ഫാത്തിമ പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, ഗർഭിണികളായ ഉമ്മമാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ഹലാലായ മാർഗത്തിലൂടെ ഒരു പെണ്ണ് ഗർഭിണിയായി അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയ, അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയ പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയല്ല എത്ര രോമങ്ങളുണ്ടോ, ഓരോ രോമത്തിനും പകരമല്ല നിനക്ക് നന്മ എഴുതി പെണ്ണ്. പ്രസവിച്ച സമയത്ത് നിന്റെ തലയിലെ മുടിയെണ്ണി നോക്കിയിട്ടുണ്ട്, ഓരോ രോമത്തിന് പകരം അല്ലാഹു നിന്റെ പാപം പുറത്തു തന്നിട്ടുണ്ട്. അല്ലാഹുവേ, പാല് കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും എഴുന്നേക്കാൻ കഴിയില്ലെങ്കിലും തന്റെ പിഞ്ചുമക്കൾക്ക് പാല് കൊടുക്കുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ മക്കൾക്ക് 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ കുഞ്ഞിന് പാല് കൊടുത്താൽ
അല്ലാഹു ആ പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം അറിയുമോ? 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 1000 സുഹദാക്കളുടെ പ്രതിഫലമാണ്. 1000 സുഹദാക്കളുടെ പ്രതിഫലം. ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ സുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. കയ്യും കണ്ണും തലച്ചോറും പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്ത ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ 1000 സുഹദാക്കളുടെ പ്രതിഫലമാണ്. മക്കൾക്ക് 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ പാല് കൊടുക്കുന്ന പെണ്ണിന് കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരുന്നു. പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള് ഭർത്താവിന്റെ തുണി കഴുകാൻ മടിയാ, ഭർത്താവിന്റെ വിയർപ്പ് കഴുകാൻ നിനക്ക് മടിയാണല്ലോ. അള്ളാന്റെ റസൂല് പറയുകയാ, ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്താൽ, ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം ഏതെങ്കിലും ഒരു പെണ്ണ് കഴുകി കൊടുത്താ അള്ളാഹു അവൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 100 പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലം അവൾക്ക് എഴുതുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ തുണി കഴുകിയ ഇവിടെ ഭാര്യ